യതി മാമ പ്രതീകാരമശസ്ത്രം ശസ്ത്രപാണയ ധാർത്തരാഷ്ട്രാരണേ ഹന്യുസ്തമേ ക്ഷേമതരം ഭവേത്. ഏവമുക്ത്വാർജുനഃ സംഖ്യേ രഥോപസ്ഥ ഉപാവിശദ് വിസൃജ്യ സ ശരം ചാപം ശോക സംവിഘ്നമാനസ. എതിർക്കാതെ നിരായുധനായി നിൽക്കുന്ന എന്നെ ആയുധമേന്തിയ കൗരവർ യുദ്ധത്തിൽ കൊല്ലുമെങ്കിൽ അത് എനിക്ക് കൂടുതൽ ക്ഷേമകരമായിരിക്കും എന്നു പറഞ്ഞ് യുദ്ധഭൂമിയിൽ വച്ച് ഇപ്രകാരമെല്ലാം പറഞ്ഞ് ശോകാകുലചിത്തനായ അർജുനൻ അമ്പും വില്ലും താഴെയിട്ട് തേർത്തട്ടിൽ തളർന്നിരുന്നു. നമസ്കാരം, ഉപാസനയിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീത 1-ാം അധ്യായം അർജുന വിഷാദ യോഗത്തിലെ 46-47 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഈ 47-ാമത്തെ ശ്ലോകത്തോട് കൂടിയിട്ട് 1-ാം അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ 46-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അസ്ത്രങ്ങളൊന്നും ധരിക്കാതെ ഞാൻ ഈ തേർത്തട്ടിൽ നിൽക്കുകയാണ്. അസ്ത്രങ്ങളില്ലാത്ത എന്നെ കൗരവര് വധിക്കുകയാണെങ്കിൽ അത് എനിക്ക് ഏറ്റവും ക്ഷേമകരമായി ഭവിക്കും എന്നാണ് അർജുനൻ പറയുന്നത്. അപ്പോൾ ഒരുപാട് ന്യായവാദങ്ങൾ അർജുനൻ ഇപ്പോൾ ഈ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ സംസാരിച്ചു. ഈ ശ്ലോകങ്ങളിലെല്ലാം അർജുനൻ പറഞ്ഞത് കുലധർമ്മത്തെക്കുറിച്ചും കുലധർമ്മങ്ങൾ ക്ഷയിച്ചാൽ മാനവരാശിക്കുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ചും എല്ലാം സംസാരിച്ച് ഒരു ആത്മീയ ജ്ഞാനിയെ പോലെ മോക്ഷമാർഗം പറയുന്ന പോലെയാണ് അർജുനൻ സംസാരിച്ചത്. എന്നാൽ ഈ 46-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ പറയുന്നത്, അങ്ങനെ ഞാൻ ചെയ്താൽ എങ്ങനെ? ഈ അസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ച് എന്നെ കൗരവർ വധിക്കുകയാണെങ്കിൽ അതായിരിക്കും എനിക്ക് ഏറ്റവും ക്ഷേമകരമായിട്ടുള്ളത് എന്നാണ്. ക്ഷേമം എന്ന വാക്ക് ഇവിടെ നമ്മൾ വളരെ പ്രത്യേകം എടുത്ത് മനസ്സിലാക്കണം. ക്ഷേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൗതിക അവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന ശാരീരികമായ നേട്ടങ്ങളെ പ്രതിപാദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ക്ഷേമം. എന്നാൽ ഒരു ആത്മീയ ഉന്നതിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവിടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് മോക്ഷമാണ്. മോക്ഷം എന്നത് മരണത്തിന് അപ്പുറത്തേക്ക് നീളുന്ന ഒരു ആത്മീയ നിർവൃതിയുടെ പ്രതീകമാണ് മോക്ഷം എന്ന വാക്ക്. എന്നാൽ ക്ഷേമം എന്നത് ഈ ഭൗതിക ലോകത്ത് ഭൗതികമായ സാഹചര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന നേട്ടത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വാക്കാണ്. അപ്പം ഇത്ര നേരവും ആത്മീയമായ കാര്യങ്ങൾ പറഞ്ഞ അർജുനൻ ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യനെ പോലെ പറയുകയാണ്, ഇനി കൗരവരെന്നെ വധിച്ചാൽ അതായിരിക്കും എനിക്ക് ക്ഷേമം സംഭവിപ്പിക്കുക എന്ന്. അപ്പം അതിൽ നിന്നും അർജുനൻ ആത്മീയ അവസ്ഥയിൽ നിന്ന് സാധാ ഭൗതിക അവസ്ഥയിലേക്ക് മാറുന്ന ഒരു സാധാരണ മനുഷ്യനായി തീരുന്നത് ഭഗവത്ഗീത പഠിക്കുന്നവർ മനസ്സിലാക്കുകയാണ്. അല്ലെങ്കിൽ അങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത്. എന്താണോ തനിക്ക് ക്ഷേമം ഉള്ളത് അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ലാതെ ഇതിൽ ആത്മീയമായിട്ടുള്ള ഒരു തലങ്ങളില്ല എന്ന ഭാവത്തിലേക്ക് അർജുനൻ ഒരു സാധാരണ മനുഷ്യനായി മാറുന്ന അവസ്ഥയാണ് നമ്മൾ ആ ശ്ലോകത്തിൽ കാണുന്നത്. ഏറ്റവും ബലഹീനനായ ഒരു വ്യക്തി എന്താണോ തനിക്ക് ആ സമയത്ത് ഉള്ള ഭൗതിക നേട്ടം അത് മാത്രം സ്വായത്തമാക്കുക എന്ന ഒരു ചിന്തയോടുകൂടി കാര്യങ്ങൾ അഭിമുഖീകരിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു.
അത്തരം ഒരു മാറ്റം ഒരു ആത്മീയ അന്വേഷിക്ക് ഒരിക്കലും ഗുണകരമാവുകയില്ല. കാരണം ആത്മീയ അന്വേഷിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിക്കുന്നത് മോക്ഷത്തിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അർജുനൻ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഒരു മോക്ഷത്തിലേക്കുള്ള മാർഗങ്ങളല്ല എന്ന് അവസാനം അർജുനൻ തന്നെ തിരിച്ചറിയുന്ന ഒരവസ്ഥയാണ് ഇവിടെ സംജാതമാകുന്നത്. എന്നിട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് 47-ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? അവിടെ അദ്ദേഹം തീരുമാനം എടുത്തു കഴിഞ്ഞു. 46-ാമത്തെ ശ്ലോകത്തിൽ ഇതാണ് എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുവരയ്ക്ക് ഒരുപാട് ന്യായവാദങ്ങളെല്ലാം പറഞ്ഞെങ്കിലും ഈ 46-ാമത്തെ ശ്ലോകത്തിൽ എൻ്റെ തീരുമാനം ഇതാണെന്ന് അർജുനൻ പ്രസ്താവിച്ചു കഴിഞ്ഞു. എന്നിട്ട് അദ്ദേഹം ചെയ്യുന്നത് തൻ്റെ ആയുധങ്ങളെല്ലാം തേർത്തട്ടിൽ വെച്ച് തേർത്തട്ടിൽ ഹതാശനായി തളർന്ന് ഇരിക്കുകയാണ്. അവിടെ അദ്ദേഹം എന്താണോ ആ പരമമായ സത്യധർമാദികൾ എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞ് വശംവദനായി തളർന്ന് ഇരിക്കുകയാണ്. ഉപനിഷത്താകുന്ന ഭഗവത്ഗീതയിലെ ധർമ്മശാസ്ത്ര പ്രതിപാദനങ്ങളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വാഗ്വാദം എന്ന് പറഞ്ഞാൽ ഒരു ഒരുപാട് സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ അർജുന വിഷാദ യോഗത്തിൽ ഭഗവാന്റെ പ്രതികരണത്തിനു വേണ്ടി അർജുനൻ തേർത്തട്ടിൽ ഇരിക്കുകയാണെന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞു നിർത്തുകയാണ്. ഇവിടെ അർജുന വിഷാദ യോഗം അവസാനിക്കുകയാണ്. ഈ 47 ശ്ലോകങ്ങളിലും കൂടി ഒരു ശരാശരി മനുഷ്യന് ഏറ്റവും അഭിമുഖീകരിക്കാൻ പ്രശ്നം ഉള്ള ഒരു സാഹചര്യം വരുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള മനഃചാഞ്ചല്യം സംഭവിക്കാം എന്നത് അർജുനനിലൂടെ നമ്മൾ കണ്ടു. ഇനി അടുത്ത അധ്യായങ്ങളിൽ ഭഗവാന്റെ ഉപദേശങ്ങളും ആ ഉപദേശങ്ങൾ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന കൂടുതൽ സംശയങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. നല്ല നല്ല സംശയങ്ങൾ ഉടലെടുക്കുക, ആ സംശയങ്ങളെല്ലാം ദൂരീകരിക്കുക, അങ്ങനെ നിത്യമായ മോക്ഷത്തിലേക്ക് നമ്മുടെ ജീവിതം കൊണ്ടെത്തിക്കുക, ആ മോക്ഷത്തിൽ സംതൃപ്തി കണ്ടെത്തുക. അതോടൊപ്പം തന്നെ ആ മോക്ഷത്തിന് നമ്മളെ പ്രാപ്തനാക്കിയ ഈ ജന്മ അവസ്ഥയോടും ഈ ജന്മ അവസ്ഥ നമുക്ക് പ്രദാനം ചെയ്ത പിതൃ വ്യക്തികളോടും അതേപോലെ തന്നെ ഗുരുജനങ്ങളോടും ഈ സർവേശ്വരനായ ഭഗവാനോടും എല്ലാം നന്ദി അല്ലെങ്കിൽ സന്തോഷം അറിയിച്ചുകൊണ്ട് നമ്മൾ ഈ ഭഗവത്ഗീതയുടെ 1-ാം അധ്യായം അർജുന വിഷാദ യോഗം ഭഗവത് അനുഗ്രഹത്താൽ സമ്പൂർണമാക്കാൻ അല്ലെങ്കിൽ അറിയാൻ നമുക്ക് കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടി ആ അറിഞ്ഞ വളരെ ചെറിയ അറിവുകൾ ഒരു ചെറിയ ഭാഗം മാത്രം മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ശ്രമം നടത്തി എന്ന കൃതജ്ഞതയോടുകൂടി ഈ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ച് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. എല്ലാ ഭഗവത് ഭക്തരുടെ പാദങ്ങളിലും സാഷ്ടാംഗം നമസ്കരിക്കുന്നു. നമുക്ക് ഭഗവത്ഗീതയുടെ 2-ാം അധ്യായത്തിൽ കൂടെയുള്ള യാത്ര അടുത്ത വീഡിയോകളിൽ നമുക്ക് ആരംഭിക്കാം. അതുവരേക്കും എന്നെ ശ്രവിച്ച എല്ലാ മാന്യ വ്യക്തികളോടും എല്ലാ സജ്ജനങ്ങളോടും ഒരിക്കൽ കൂടി
നന്ദി അറിയിക്കുന്നു, സ്നേഹം അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം തത് സത്. ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ അർജുന വിഷാദയോഗോ നാമ പ്രഥമോ അധ്യായഃ.